Hi friends, welcome to Clara's recipes. ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഒരു ചേന കൊണ്ടുണ്ടാക്കിയ ഒരു മസാലക്കറിയാണ്. അത് നമ്മുടെ ഞണ്ട് കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് തോന്നിക്കുന്ന തരത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ ചേന ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, 1 ഇഞ്ച് കഷ്ണിട്ട് ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. 4 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. വലുത് വേണമെങ്കിൽ 2 എണ്ണം മതി. കുറച്ച് വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത്, ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ പൊടികളായിട്ട് നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾക്ക് ചേന ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ വേവിക്കുന്ന പാത്രത്തിലേക്ക് ചേന ഇട്ടിട്ടുണ്ട് ഞാൻ. അതിലേക്ക് 2 സവോള, 4 സവോളയിൽ 2 സവോള ഞാൻ ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയിൽ നിന്നും ഒരു പകുതി ഭാഗം വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ, ഒരു 4-5 ഇതളേ ചേർക്കുന്നുള്ളൂ. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, 4 പച്ചമുളക് ഞാൻ അതിലേക്ക് 2ആയിട്ട് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്നും ഒരു 1/2 ഭാഗം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. വെന്തുടഞ്ഞു പോകരുത്. ഇനി ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ കുക്കിംഗ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ബാക്കിയുള്ള 2 സവാള ഉണ്ടായിരുന്നത് ഞാനത് ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ 3 ഭാഗമായിട്ടാണ് ഇടുന്നത്. ഇതിൽ കുറച്ചിട്ടിട്ടുണ്ട്. വേവിക്കുമ്പോൾ കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലും കുറച്ച് ചേർക്കുന്നുണ്ട്. ബാക്കി നമ്മൾ പകുതി ചേർത്തതിൻ്റെ ബാക്കി കുറച്ച് വെളുത്തുള്ളി ചതച്ചതുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾക്ക് നന്നായി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ചേന ഞാൻ അവിടെ വേവാൻ വെച്ചിരിക്കുകയാണ്. വെന്തുടഞ്ഞു പോകരുത് കേട്ടോ ചേന, എന്നാൽ അത്യാവശ്യം വേഗം ചെയ്യണം. ഇപ്പം ഇവിടെ നമ്മളുടെ ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പം ചേനതാ നമ്മുടെ വെന്തിട്ടുണ്ട്. ഇവിടെ ഇതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള പൊടികളുണ്ടല്ലോ, നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, അതെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടി, കുരുമുളക് പൊടിയും മുളക് പൊടിയും നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച്
അത്യാവശ്യം എരിവിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഇനി നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. നമ്മുടെ മൺചട്ടി ആകുമ്പോൾ ചൂട്, ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്, പൊടിയിട്ടത്, അല്ലെങ്കിൽ അത് അങ്ങ് കരിഞ്ഞു പോവും. ഇനി നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി അതൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് അതൊന്ന് മൂടി വെക്കണം. ഇളക്കിയിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ഒന്ന് മൂടിയിട്ട് വെക്കാം. ഉപ്പ് നോക്കട്ടെ. ഉപ്പ് എല്ലാ ആവശ്യത്തിന് തന്നെ ഉണ്ട്, ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾക്ക് അതിലേക്ക് ബാക്കിയുള്ള കറിവേപ്പില ഉണ്ടല്ലോ എടുത്ത് വെച്ചിരുന്നത്, അതൊന്ന് തിരുമ്മി ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനതൊന്ന് നന്നായി തിരുമ്മിയിട്ടിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുക്കിംഗ് ഓയിലിൽ വേവിച്ചത്. കാരണം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ. അപ്പം അതുകൊണ്ട് ലാസ്റ്റിൽ ഞാൻ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റോളം വെച്ചിട്ട് നമ്മൾക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.